പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന് സ്തുതി. അവിടുത്തെ നാമം ഇന്നും എന്നും നമ്മുടെ ഇടയിലും ഭൂലോകം എന്നും മഹത്വപ്പെട്ടതായിരിക്കട്ടെ. നമ്മുടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിയുടെ ഈ ലക്കത്തിലെ മുഖ്യ ചിന്താവിഷയം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ആസക്തിയെ എതിരിട്ട് ക്രിസ്തുവിൽ പൂർണ്ണത വീണ്ടെടുക്കുക എന്നുള്ള വിഷയം ആകുന്നുവല്ലോ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമാണ് അത്. നാം ദൈവത്തിൻ്റെ മന്ദിരവും നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയവുമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആലയമാകുന്ന നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന പ്രവണത മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് മുതൽ തന്നെ നാം കാണും. ഈ കാലഘട്ടത്തിലും അത് ലഹരിയുടെ രൂപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. കലാലയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞും അറിയാതെയും വിവിധ തരത്തിലുള്ള ലഹരിയുടെ പിടിയിൽ അമരുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൈനംദിന ജീവിതത്തിൽ നാം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യുവതീ യുവാക്കളുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ വേദനാജനകവും അസംതൃപ്തികരവും ഈ തലമുറയുടെയും വരും തലമുറയുടെയും പ്രതീക്ഷകളും ഭാവിയും ഇല്ലായ്മപ്പെടുത്തുന്നതും ആകുന്നു. മദ്യത്തിനും ലഹരി ജീവിതത്തിനും അടിമയായിത്തീരുന്ന മനുഷ്യൻ ദൈവിക പദ്ധതികളെ തിരിച്ചറിയാതെ ക്രമരഹിതമായ ലഹരിയുടെ ആസക്തിയിൽ അകപ്പെട്ട് അതിന് അടിമയാകും. സ്വന്തം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും അവർ എപ്പോഴും ഓടി ഒളിക്കുന്നു. ദൈവിക ബന്ധത്തിൻ്റെയും മാനുഷിക ബന്ധത്തിൻ്റെയും സ്വന്തം ബന്ധത്തിൻ്റെയും പവിത്രതയും മൂല്യതയും അവർ മറന്നുപോകുന്നു. മദ്യപാനവും മാരകരമായ ലഹരി ഉപയോഗവും അനേക ജീവിതങ്ങളെ നിരാശയുടെയും ഒറ്റപ്പെടലുകളുടെയും അമാനുഷികവും അധാർമികവുമായ നാശകരമായ അവസ്ഥയിലേക്കും ജീവിത അനുഭവങ്ങളിലേക്കും തള്ളിവിടുന്നു. ലഹരി എപ്പോഴും മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ക്യാൻസർ പോലെ പടർന്നു പിടിക്കുന്നു. ലഹരിയിൽ അല്ലാതെ എങ്ങും സന്തോഷം കണ്ടെത്തുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുതന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. സ്വന്തം ജീവിതത്തെ പറ്റിയുള്ള ധാരണകളും സങ്കല്പങ്ങളും നഷ്ടപ്പെട്ട് ദിവാസ്വപ്നത്തിലകപ്പെട്ട് ഇവർ മൂല്യബോധമില്ലാതെ ആയിത്തീരുന്നു. കുടുംബത്തിലും സമൂഹത്തിലും കലാലയങ്ങളിലും സഭയിലും ലഹരി ഏറെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നു. ലഹരി ഉപയോഗിക്കുന്നവർ മാത്രമല്ല, അവരുടെ ചുറ്റുപാടും ജീവിക്കുന്നവരും അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നു എന്നതാണ് ഏറെ ദുഃഖകരം. ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ലഹരി നിമിത്തം അന്ധകാരത്തിലും അധാർമികമായ പ്രവണതകളിലും അകപ്പെടും. ലഹരിയുടെ ചങ്ങലയിൽ ബന്ധിക്കപ്പെടുന്ന വ്യക്തികൾ സാൻമാർഗിക ബോധം നഷ്ടപ്പെട്ട് സാമൂഹ്യ ബന്ധത്തിനും വ്യക്തിബന്ധത്തിനും കുടുംബ ബന്ധത്തിനും വില കൽപ്പിക്കാതെ ജീവിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഈ മനുഷ്യ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ മന്ദിരമാക്കി തീർക്കുകയും ദൈവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരിക അഥവാ യഥാസ്ഥാനപ്പെടുത്തുക എന്ന മഹാദൗത്യം
ദൈവം നമ്മെ ഓരോരുത്തരെയും ഭരമേൽപ്പിച്ചിരിക്കുന്നു. മനുഷ്യരാശിയെ ആകമാനം അടിമപ്പെടുത്തിയിരിക്കുന്ന ഈ വലിയ ശൃംഖലയിൽ നിന്നും വിമോചനപ്പെടുത്തി അവരെ ഗ്രസിക്കുന്ന ഭയാശങ്കകളിൽ നിന്ന് സ്വതന്ത്രരാക്കി ഒന്നിച്ചുള്ള ധ്യാനത്തിനും പഠനത്തിനും വളർച്ചയ്ക്കും സാമൂഹികവും ആധ്യാത്മികമായ ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇക്കാലത്ത് ക്ഷണിക്കുന്നു. ഇങ്ങനെയുള്ളവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്താതെ ദൈവമായി യഥാസ്ഥാനപ്പെടുത്തി ദൈവിക രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നവരാക്കി തീർക്കുക എന്നത് അത്യന്താപേക്ഷിതം ആകുന്നു. ഇത് ദൈവമക്കൾ എന്ന നിലയിലും പരിശുദ്ധ സഭ എന്ന നിലയിലും നമ്മുടെ ഉത്തരവാദിത്വവും നിയോഗവും ദൈവിക പദ്ധതിയും ദർശനവും ആകുന്നു എന്നും ഞാൻ ഇത്തരുണത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. ഇങ്ങനെ യഥാസ്ഥാനപ്പെടുന്നവരിൽ കൂടെ ലഹരിക്ക് അടിമകളായവരെ കണ്ടെത്തി ദൈവിക സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്കും രക്ഷയിലേക്കും വ്യക്തിത്വപരമായ ജീവിത സമ്പൂർണതയിലേക്കും എത്തിക്കുവാൻ ഇടയായിത്തീരും. മാറ്റങ്ങൾ അതിവേഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയെയും സമൂഹത്തെയും ലഹരി നിമിത്തമുണ്ടാകുന്ന അനന്തര ഫലങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുക, ഉപദേശകരായി പരിശീലിപ്പിക്കുക മുതലായവ നമ്മുടെ ശുശ്രൂഷയാണ്. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ് എന്ന യാഥാർത്ഥ്യം ഓരോ സഭാമക്കളും ഏറ്റെടുക്കണം. സാമൂഹ്യ മേഖലയിൽ നിലനിൽക്കുന്ന ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളുമായി സഹകരിച്ച് കലാലയങ്ങളിലും കോളേജുകളിലും ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും ലഹരിയുടെ പരിണിത ഫലങ്ങളെക്കുറിച്ച് സെമിനാറുകളും ക്യാമ്പുകളും സംഘടിപ്പിക്കുക. പരിശുദ്ധ സഭയിൽ ബാല്യപ്രായത്തിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തി ഇടവകകളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്ലാസുകൾ സാമൂഹിക കാര്യപരിപാടിയായി ക്രമപ്പെടുത്തുക. ലഹരിയുടെ പരിണിത ഫലങ്ങൾ എന്നത് ഒരു പഠന വിഷയമാക്കി എല്ലാ മേഖലകളിലും വ്യാപിപ്പിക്കുന്നത് ഏറെ ഉചിതമായിരിക്കും. സാമൂഹിക സാംസ്കാരിക മേഖലകളിലും പൊതുവേദികളിലും ലഹരിയുടെ അനന്തരഫലങ്ങളെയും ദോഷവശങ്ങളെയും പ്രദർശിപ്പിക്കുവാൻ ശ്രമിക്കുക. ആരോഗ്യ മേഖലയിലെ വിദഗ്ധരുടെ സഹായത്തോടെ ബുക്ക്ലെറ്റുകളും ട്രാക്റ്റുകളും സ്കൂളുകളിൽ വിതരണം ചെയ്യുന്നത് പരമാവധി ശ്രമിക്കുക. സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ വീണ്ടെടുക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുവാൻ ദൃഢവിശ്വാസത്തോടും നിശ്ചയദാർഢ്യത്തോടും ഈ നിയോഗത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി ശക്തരാക്കും എന്നതിൽ സംശയം വേണ്ട. ഈ ദൗത്യത്തിൽ നാം എത്രമാത്രം ഉത്തരവാദിത്വം കാട്ടുന്നു എന്നത് നമ്മുടെ മുൻപിൽ വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഈ വലിയ ദൗത്യത്തിൽ പങ്കാളികളാകുവാൻ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും മധ്യത്തിൽ ഇടറി നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളുമായി കുഞ്ഞുങ്ങളുമായി അല്പസമയം പങ്കിടുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതവും ഭാവി തലമുറയും ദൈവസന്നിധിയിൽ ഏറെ ധന്യരാകും. യഥാർത്ഥ ജീവിത പാതയിലേക്ക് സമൂഹത്തെ നയിക്കുന്നവരായി തീരുവാൻ ഏവർക്കും നമ്മെ തന്നെ പുനർസമർപ്പിക്കാം. സർവകൃപാലുവായ പരിശുദ്ധ ത്രിയേക ദൈവം നമ്മെ എല്ലാവരെയും അതിനായി ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.